കർത്താവ് കുറച്ച് വാക്കുകൾ പറഞ്ഞതിൽ കർത്താവിൻ്റെ മനസ്സെപ്പോഴും ഉണ്ടാകും. അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും പറഞ്ഞത് എന്താ? ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശേഖരിക്കാൻ പറഞ്ഞു. ജനങ്ങളെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. അപ്പോൾ ഒന്നും നഷ്ടപ്പെടരുത്, ആരും നഷ്ടപ്പെടരുതെന്നാണ് കർത്താവിൻ്റെ മനസ്സ്. ഇപ്പം നമ്മൾ രോഗികളായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് മനസ്സിലായില്ലേ? ഒന്നും നഷ്ടപ്പെടരുത്, ആരും നഷ്ടപ്പെടരുത്. ഹൃദയരോഗികളെ ഹൃദയസ്ഥാനങ്ങളെ കൈകൾ വെക്കുക. തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈകൾ വെക്കുക. ഗർഭാശയ രോഗികളുണ്ട്, പിസ്റ്റുല രോഗികളുണ്ട്, PCOD രോഗികളുണ്ട്, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ട്. അവിടെയെല്ലാം അടിപറ്റി കൈവെക്കുക. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ നിന്റെ തിരുമുറിവാണെന്ന് വലത്ത് കരത്താൽ പിസ്റ്റുല രോഗികള്, PCOD രോഗികള്, അർച്ചസ് രോഗികള്, പിഷ രോഗികള്, ഈശോ ഹൃദയ രോഗികള്, ഈശോ ഹൃദയ രോഗികള്, യേശുവിന്റെ നാമത്തില് ഉടൽ രോഗികള്, അൾസർ രോഗികള്, അർച്ചസ് രോഗികള്, യേശു നാമത്തില് സൗഖ്യമാകണേ. ആരാധിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി കരങ്ങൾ ആരാധിക്കുമ്പോൾ സൗഖ്യം. സമാധാന സന്തോഷം ദാനമായവൻ നൽകിടുന്നു. സമാധാനം സന്തോഷം ദാനമായവൻ നൽകി. ആരാധിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്ന് പ്രാപിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നലെ ഒരു നല്ല സാക്ഷ്യം കേട്ടച്ഛൻ. എന്താണെന്നറിയാവോ? 9 കൊല്ലമായിട്ട് വാതരോഗമാണ്. വാതരോഗത്തിൻ്റെ അവസരം അറിയാമല്ലോ. അത് വന്നു പെട്ടാൽ പിന്നെ മാറിപ്പോകാൻ വലിയ പാടായിരിക്കും. പക്ഷെ അവർ വാക്ക് ആ സാക്ഷ്യത്തിൽ പറഞ്ഞത് എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാണെന്ന്. അവരനുഭവിച്ച വേദന ഉള്ളംകാലം മുതൽ ഉച്ച വരെ. മുടിയിൽ പിന്നെ കോശങ്ങളില്ലാത്ത ഞരമ്പുമായിട്ട് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാത്ത കൊണ്ട് മുടി മുറിഞ്ഞാലും നമുക്ക് വേദനിക്കത്തില്ല, അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിരുന്നെന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പ്രഷൻസ് കറക്റ്റാണ്. നിൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നാലും കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാക്കുന്ന രോഗങ്ങളുള്ളവരെ നിന്നെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ ശരീരത്തെ തളിക്കണമേ. ഈ പ്രാർത്ഥന ലൈവായി എവിടെയെല്ലാം എപ്പോഴെല്ലാം ഇത്രയും രോഗികള് നിന്റെ നാമത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടില്ലേ? 35 വർഷമായിട്ട് കല്യാണം 35 വയസ്സുള്ള കല്യാണം നടക്കാത്ത വ്യക്തിയെ ഉടമ്പടി ചെയ്തപ്പോൾ കർത്താവ് കല്യാണ തടസ്സങ്ങൾ മാറ്റിയെന്ന്. കൃപാസനം 33 വയസ്സാണ് ലാസ്റ്റ് ഡേറ്റായിട്ട് വെച്ചിരിക്കുന്നത്. 33 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാം. 33 വയസ്സ് വരെ സ്വാഭാവികമായി കല്യാണം നടക്കുന്ന വർഷങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് മക്കളില്ലാത്തവരെ. 9 വർഷമായിട്ട് 14 വർഷമായിട്ട് മക്കളില്ലാത്തവരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മണ്ഡലങ്ങളിലെല്ലാം ഉടമ്പടി പ്രകാരം കർത്താവ് വാഗ്ദാനം പാലിച്ചുകൊണ്ട് കർത്താവ് നിന്നെ സന്ധിക്കുന്നുവെന്ന്. ഇതുപോലെയാണ് ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരികെ ലഭിക്കുന്നത്. ഇന്നലത്തെ സാക്ഷ്യങ്ങളെല്ലാം കയറിപ്പോകാനുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞത്. അത് ബ്രദർ പറയുകയും ചെയ്തത് യാത്രയപ്പ് സമ്മേളനമാണ് അന്ന്. കാര്യം എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ഇന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം കാത്തിരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും സ്പീഡായിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ നിൻ്റെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ സന്താന ജനനം. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിന് ഭാഗോടമ്പടി ചെയ്യാത്ത 20 കൊല്ലമായിട്ട് ചെയ്യാത്തവർ, പട്ടയം നഷ്ടപ്പെട്ടവർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എല്ലാ മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ സമയത്ത് ഓർക്കണം. വീട്, ജോലി, വിവാഹം, മക്കൾ, കുടുംബത്തിലുണ്ടാകുന്ന ഈ മദ്യപാന തകർച്ച എന്ന് കുറേ ഞാനത് കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. എത്ര ഈ മദ്യപാനമൊക്കെ മാറ്റാൻ വേണ്ടി ആശുപത്രിയിലൊക്കെ പോയി ആൾക്കാർ എത്ര കാലം താമസിച്ചിട്ടാണ് അത് മാറണത്. ചിലപ്പോൾ മാറത്ത് പിന്നെയും വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി പ്രകാരം ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ട് പോകും. പിന്നെ അവർ പണ്ടത്തെ പോലെ കയ്യാങ്കളിക്ക് കലാപരിപാടിയൊക്കെ ആയിട്ട് ജീവിക്കും. അതാണ് ഈ ഇടയ്ക്ക് സാധനം തിരിച്ചു വരുന്നത്. സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് ബാധ്യതയുണ്ടെന്ന് ഇന്ന് ബ്രദർ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്താ കാര്യം? നമ്മൾ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീട്, ജോലി, വിവാഹം, ഭാഗോടമ്പടി, മത്സര പരീക്ഷ, നൈപുണ്യ പരീക്ഷ, കുടുംബ സമാധാനം, മദ്യപാനാസക്തികൾ, തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിട്ട് ശ്വാസം മുട്ടുന്നവരെ, കുടുംബം അസമാധാനമാക്കുന്നവരെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരെ എല്ലാ മണ്ഡലങ്ങളിലേക്കും മാതാവിൻ്റെ മധ്യസ്ഥ ദൈവത്തിൻ്റെ കൃപയും വിടുതലും ലഭിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out your spirit, fire finger, soak with the precious blood, and fish his spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 32 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരകരോഗങ്ങൾ, തീരാബാധികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ മാറിപ്പോണ്ട്. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി മൗനമായി സമർപ്പണ പ്രാർത്ഥന സമയമാണ്. എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം. കാര്യം ഒരാൾ തന്നെ 6 കാര്യം ഉടമ്പടി വെക്കുമ്പോൾ 10 പേര് ഉടമ്പടി വെക്കുമ്പോൾ തന്നെ 60 കാര്യമാകും അല്ലേ? അപ്പം ചില കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അൽത്താരയിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കത് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കാം.
അച്ഛൻ ഓർത്ത് പ്രാർത്ഥിച്ചതിനേക്കാൾ ഫലവും ബലവും കിട്ടും. പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. കാരണം കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ സമയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കാം, പരീക്ഷ ഡേറ്റ് ഓർക്കാം, ജോലിക്ക് പോകുന്ന ഡേറ്റുകൾ ഓർക്കാം, മക്കളുടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രസവത്തിൻ്റെ ഡേറ്റ് ഓർക്കാം. ഇനി വല്ല ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റുകൾ ഓർക്കാം. ഭാഗോടമ്പടി ഡേറ്റ്, സ്ഥലമളവിൻ്റെ ഡേറ്റ്, കോടതിയിലെ കേസിൻ്റെ ഡേറ്റ് ഓർക്കാം. ഇതെല്ലാം ഡേറ്റുകൾ ഓർക്കുക. ഒരു പരിശുദ്ധ അമ്മ വഴി തീയതി ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് മനസ്സിൽ പറയുക. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഓർത്തിരിക്കുന്ന സമയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത സമർപ്പിക്കുന്ന അതിൻ്റെ സ്ഥലങ്ങൾ, പരീക്ഷ ഹാളായാലും കോടതിയായാലും രജിസ്ട്രേഷൻ ഓഫീസായാലും അങ്ങയുടെ ഇടപെടലിൻ്റെ എല്ലാ സമയങ്ങളും സ്ഥലങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ആ സ്ഥലങ്ങളിലെ സമയങ്ങളിലും അങ്ങ് ഇടപെടണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. ദിവ്യകുർബാനയിലാണ് നിറച്ച വസ്തുക്കൾ ആശീർവദിക്കുന്നത്. പത്രം കർത്താവിനെ അറിയിക്കാനുള്ളതാണ്. അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ളതാണ്. പത്രം വാങ്ങിച്ചിട്ട് അതിൻ്റെ ചീട്ട് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. പ്രേക്ഷിത പേരയ്ക്ക് വേണ്ടിയുള്ളതാണത്. ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും കൃപാസനത്തിൻ്റെ നേർച്ചയാണ് പത്രം. അത് പ്രേക്ഷിത വേലയായി നിറവേറ്റേണ്ടതാണ്. കൗണ്ടറിൽ പത്രമുണ്ട്, വാങ്ങിക്കാവുന്നതാണ്. വിശ്വാസ പ്രമാണം ചെയ്തിട്ട് Lord Jesus Christ, pour out His Spirit, a fire finger soak with the precious blood, and in the authority of the Catholic Church, the power of Jesus Christ, with the merit of some holy priesthood, I bless the head of these relics. Those used will have grace and peace and power. ഞങ്ങൾ സൗഖ്യപ്പെടുത്തിയ കർത്താവേ, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്ത ഓ ജീസസ്, എൻ്റെ ഈശോയെ, എന്നെ സുഖപ്പെടുത്തിയ ഈശോയെ, എനിക്ക് പ്രാർത്ഥനാ നിയോഗത്തിന് ഉത്തരം നൽകിയ ഈശോയെ, എന്നെ അനുഗ്രഹിച്ച ഈശോയെ, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, പരിശുദ്ധ പരമദിവ യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരണ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
എൻ്റെ പേര് ഷെൻസിമോൾ ബേബി. എൻ്റെ വീട് കുമളി, ഇടുക്കി ജില്ലയിൽ. ഞാൻ ഇപ്പോൾ വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി വന്നതാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായൊരു സാഹചര്യം, ഞാൻ 2023 ജനുവരി മുതൽ നോർക്ക വഴി തിരുവനന്തപുരത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാർച്ച് മാസം മുതൽ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരുന്നു. ഒക്ടോബർ മാസം വരെ ആയിട്ടും എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും വന്നില്ല. കാരണം എൻ്റെ ലാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്താൽമോളജി ക്ലിനിക്കിലായിരുന്നു. ഞാൻ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. 10-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഒത്തിരി കാര്യങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗം ഞാൻ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിനോട് സംസാരിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കയറാനായിരുന്നു ആഗ്രഹം. ഇനി അതിനൊരു സാധ്യതയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും കുഴപ്പമില്ല, അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, ഇത് അമ്മയുടെ ഒരു തീരുമാനമായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് ഞാനത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. ജർമ്മനിയിലെ നമ്മുടെ ലോകത്തിലെ ഹെൽത്ത് കെയറിൽ 94-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന 2022-2023 കാലത്തിലെ സെൻസസ് പ്രകാരം 94-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഉള്ള ഒരു മെയിൽ വന്നത്. ഞാൻ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം നവംബറിൽ അതിൻ്റെ ഇൻ്റർവ്യൂ നടന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വെഞ്ചരിച്ച കാശുരൂപവും വിശുദ്ധ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജനുവരി മാസം 16-ാം തീയതി ആയപ്പോൾ ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ നേരം ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആലോചിക്കാൻ വേണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഏപ്രിൽ മാസം ആകുമ്പോൾ എൻ്റെ 2ാമത്തെ ഉടമ്പടി പൂർത്തിയാകും. ദൈവമേ, 2025 ഏപ്രിൽ മാസം ആകുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സാകാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം അവിടെ ചെന്നിട്ടാണ് B2 എഴുതുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കടമ്പയായ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതെൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം എനിക്കറിയില്ല, ഇവിടുന്ന് ഞങ്ങൾ പോകാൻ നേരം ഏകദേശം 18 മാസം സമയമെടുക്കും നിങ്ങളുടെ ഈ പ്രോസസ്സിങ്ങുകളെല്ലാം പൂർത്തിയാകാൻ എന്ന് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എനിക്ക് B2 ജനുവരി ആയപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റി. അതിലും ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് പറയുന്നത്, അവിടെ രജിസ്റ്റേർഡ് നേഴ്സാകുന്നുള്ള എക്സാം ഒരാൾക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും എല്ലാം നമ്മൾ റെക്കഗ്നീഷനും ചെയ്യണം. അതായത് സർട്ടിഫിക്കറ്റുകളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുത്തെ നമ്മൾ ഇന്ത്യയിൽ പഠിച്ച മണിക്കൂറുകളും ജർമ്മനിയിൽ പഠിച്ച മണിക്കൂറുകളും തമ്മിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറയും നമുക്ക് എത്ര മണിക്കൂറുകളാണ് കുറവുള്ളത്. അതനുസരിച്ച് നമ്മൾ അവിടെ ചിലപ്പോൾ ഒരു 9 മാസം അല്ലെങ്കിൽ 6 മാസം നമ്മൾ പഠിക്കുകയും പ്രാക്ടിക്കൽ ചെയ്യുകയും ഒക്കെ ചെയ്യണം. എനിക്ക് വെറും 6 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ഒഫീഷ്യലി കാണിക്കാൻ വേണ്ടി. എനിക്ക് ടീച്ചിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമുക്ക് ക്ലിനിക്കലി കാണിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ളവർക്ക് 12 വർഷവും 16 വർഷവും MSc എടുത്തവരും സ്പെഷ്യലൈസ് ആയിട്ട് വേറെ കോഴ്സുകൾ ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെറും 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഒരു മെയിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന്, ഡയറക്റ്റായിട്ട് വിത്തൗട്ട് എക്സാം ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാകും. അതിന് വേണ്ടിയിട്ട് എനിക്ക് B2ൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഞാനിവിടെ പഠിച്ചിരിക്കുന്ന അവേഴ്സും എൻ്റെ എക്സ്പീരിയൻസും ഈക്വലാണ് ഈ ഒരു ക്വാളിഫിക്കേഷനെന്ന്. ശരിക്കും അത് പരിശുദ്ധ അമ്മയുടെ മാത്രം ഇടപെടലാണ്. കാരണം ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തവരും ഒക്കെ ഉണ്ടായിട്ടും പരിശുദ്ധ അമ്മ എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ അമ്മയുടെ മകളാക്കി അമ്മ അംഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. അതുപോലെ തന്നെ ജനുവരിയിൽ ഞാനിവിടെ വന്നപ്പോൾ ആഗ്രഹിച്ചിരുന്നു, ഞാൻ തിരിച്ചു കയറി പോകുന്നതിന് മുന്നേ എനിക്കൊരു NRI ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം എപ്പോഴും ആവശ്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാനോ
വേറൊരു തടസ്സങ്ങളുണ്ടാകാനോ ഒന്നും ഇടയാകരുതേ. ഒരു ദൈവികമായ അല്ലെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏപ്രിൽ മാസം എനിക്ക് പുതുക്കാമായിരുന്നു. പക്ഷെ ഞാൻ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ വിസ വരുന്നത് അന്ന് ഇവിടെ വന്ന് NRI ഉടമ്പടി എടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 1 മാസത്തോളം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഈ ഒരു NRI ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് മെയ് മാസം അവസാനത്തെ ആഴ്ചയാണ് വിസയും പാസ്പോർട്ടും കിട്ടിയത്. മെയ് മാസം 31-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് NRI ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് പരീക്ഷയൊക്കെ ജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ നിയോഗം, പരിശുദ്ധ അമ്മ, ഞാൻ എവിടെ പോയാലും അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ സംരക്ഷിക്കണം എന്നൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ എത്ര നിയോഗം എഴുതിയാലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരണേ, എൻ്റെ കൂടെ വരണേ എന്നുള്ളതായിരുന്നു. ഞാനൊരു കാര്യത്തിനും അമ്മയോട് തെളിവുകൾ കാണിച്ചു തരണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് എനിക്ക് പരിശുദ്ധ അമ്മയെ എടുക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി. അപ്പം ഞാൻ 100% ഉറപ്പിച്ചു, എൻ്റെ ഫയലിൽ അമ്മ പച്ചമഷിക്ക് ഒപ്പിട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് എന്നും ഉണ്ടാകും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു. അതുപോലെ തന്നെ അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ടൊരു ബ്ലെസ്സിങ് മേടിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞും എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ B2 എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് റൈറ്റിംഗ് സെക്ഷൻ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. 2ാമത് എഴുതിയപ്പോഴാണ് അത് കിട്ടിയത്. ഞാൻ ഈ എക്സാമിന് പോയ സമയത്ത് ഉടമ്പടി തൈലം അവിടെ എക്സാം സെൻറ്ററിലിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇനിയൊരു എക്സാം എഴുതാൻ വരാൻ വേണ്ടിയിട്ട് ഇടയാകരുത്, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വളരെ നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടി അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉടമ്പടി തൈലം എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൻ്റെ ഏറ്റവും മണ്ടയിൽ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ എല്ലാ ആൻസർ പേപ്പറിലും ഞാനത് കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചു, മാതാവിനെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വലിയ പ്രശ്നത്തിൽ കൂടി കടന്നു പോയത്, ഞങ്ങളവിടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കിച്ചണിലുള്ളൊരു പൈപ്പിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, പൈപ്പിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കുമ്പോൾ അത് വരില്ല, പക്ഷേ അവിടെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കുമ്പം അതിൽ കൂടി ചെറുതായിട്ട് ലീക്ക് വരും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളത് അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ എന്നാൽ ഭാവിയിൽ എനിക്കതൊരു പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി ഞാൻ ജൂൺ 14-ാം തീയതി 4-ാം തീയതിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ജൂൺ 14-ാം തീയതി ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, ചെറിയൊരു ക്രാക്കുണ്ട്, ഇത് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ ഭാവിയിൽ എനിക്കൊരു പ്രശ്നം വരാതിരിക്കാൻ ഞാൻ ഇൻഫോം ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അവിടുത്തെ ടെക്നീഷ്യന്മാർ വന്നു, അവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയിലെ ആൾക്കാർ വന്നു, ഹോസ്റ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്നു. അങ്ങനെ പല ആൾക്കാർ വന്ന് ചെക്ക് ചെയ്തിട്ട് നവംബർ അവസാനം എനിക്കൊരു മെയിൽ വരികയാണ്, ആ പ്രശ്നത്തിന് കാരണം ഞാനാണ് ആ പൈപ്പ് ബ്രേക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് എത്ര കോസ്റ്റ് വന്നാലും അത് ഞാൻ അടയ്ക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ല അത് എങ്ങനെയാണത് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ പൈപ്പിൻ്റെ എമൗണ്ട് വന്നത് 1125 യൂറോ ആണ്. അതായത് നമ്മുടെ നാട്ടിലെ 1,10,000-ന് മുകളിൽ വരും ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. കാരണം ആ പൈപ്പിന് സെൻസർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല മീറ്റിങ്ങുകൾക്കും അവരെന്നെ വിളിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ശരിക്കും ആ സമയം ഭാഷ അറിയില്ല, എവിടെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് പറയില്ല. അവരൊക്കെ അവർ ഓൾറെഡി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ സഹായിക്കാനും ആരുമില്ല. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ അവസാനം. അങ്ങനെ ഫൈനലായിട്ട് പിറ്റേ ദിവസം ഒരു മീറ്റിങ്ങിനെ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാത്രി ഒരു 11:30 എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, മാതാവേ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ നിനക്ക് വേണ്ടി ഞാൻ ധീരമായിട്ട് പൊരുതും, നീ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇതിലൊരു വലിയ ഇടപെടൽ നടത്തണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അവർക്ക് കാണിക്കാൻ തെളിവുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഞാൻ ആദ്യത്തെ ദിവസം ആ റൂമിൽ കയറിയപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ഈ പൈപ്പിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റും, ഡേറ്റും ടൈമും. പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ അത് ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിട്ട് എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. രാവിലെ 10 മണിക്കായിരുന്നു മീറ്റിംഗ്.
ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ HR നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തിരിച്ചു വരണം, ബില്ല് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഏകദേശം 360 യൂറോ അടയ്ക്കണം എന്നായിരുന്നു അവർ പറഞ്ഞത്. ഞാൻ ഈ പ്രശ്നത്തിൻ്റെ പുറകെ നടന്ന് ഒരുപാട് തളർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനത് അടച്ചോളാം എന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് പോസ്റ്റിൽ കൂടി ഒറിജിനൽ ബില്ല് വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. HR നിന്ന് അതിൻ്റെ അടുത്ത ദിവസം എന്നെ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, ഈ പ്രശ്നത്തിൽ നീ നിരപരാധിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഇത് ഹയർ അതോറിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നിൻ്റെ എക്സാം ഫീസായ 200 യൂറോ കൂടി നീ അടയ്ക്കണ്ട, അതിനേക്കാളും കുറച്ചിട്ടുള്ള 160 യൂറോ മാത്രം നീ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അത്രയും വലിയൊരു എമൗണ്ടിൽ നിന്ന് ഏകദേശം 10-ൽ 1 അംശമായിട്ട് കുറച്ച് മാതാവ് എന്നെ സഹായിച്ചു. അതിനുശേഷം എനിക്ക് മാർച്ച് ഏപ്രിൽ മാസം ആയപ്പോഴായിരുന്നു രജിസ്റ്റേർഡ് നേഴ്സ് എക്സാമിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. B2 എക്സാം ഫെബ്രുവരി ആയപ്പോൾ ക്ലിയർ ചെയ്തു, സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്റ്റ് ഉർക്കുണ്ട എന്ന് പറയും അവിടുത്തെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ്, അത് ബൈ പോസ്റ്റിൽ എനിക്ക് കിട്ടി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതിയാണ്. കാരണം 2 അറ്റംപ്റ്റേ ഉള്ളൂ, അതുപോലും എഴുതാതെ മാതാവ് എനിക്കത് ഡയറക്റ്റായിട്ട് തന്നു. അതിനുശേഷം ഞാൻ ഈ 2024 ജനുവരിയിൽ ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു, മാതാവേ 25 ഏപ്രിൽ 30-ന് മുന്നേ എനിക്കൊരു രജിസ്റ്റേർഡ് നേഴ്സാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞങ്ങൾ വിസ മാറ്റിയടിക്കാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 29-ാം തീയതി എനിക്ക് പുതിയ വിസയടിച്ച് രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പുതിയ വിസയടിച്ച് കിട്ടി. അന്ന് തന്നെ പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയതിനു ശേഷമാണ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം അവത്തിൽ നിന്നൊക്കെ 1 മാസത്തിനുള്ളിൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് വാങ്ങിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ പള്ളിയുടെ ഒരു അമ്മച്ചിമാർ താമസിക്കുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ പൈസ കൊടുക്കുകയും അവർക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ പത്രപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഓരോ മാസവും ഓരോ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പം ഞാൻ ആ പത്രമെല്ലാം ഹോസ്പിറ്റലിലാണ് കൊടുത്തത്. ഞാൻ ഇവിടുന്ന് ബംഗാളി പത്രവും ഹിന്ദി പത്രവും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് വിസ അടിച്ച് കിട്ടിയത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു. എനിക്ക് വിസ അടിച്ച് കിട്ടിയ ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ചിട്ട് യുവജനങ്ങൾക്ക്, അതായത് ഒരു 20-25 വയസ്സിൽ പുതുതായിട്ട് ജോലിയൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ യുവജനങ്ങളെ സെലക്ട് ചെയ്ത് അവരോട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിലും കോട്ടയത്തുമാണ് ഞാൻ ഈ പത്രം കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയാക്കി ഇവിടെ നിന്നെത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ, ഞാനൊരു നേഴ്സാണ്, എനിക്ക് വിശേഷവിധിയായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇന്നപ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ ആരും സഹായിക്കാനില്ലെങ്കിൽ ഏതവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളൊരു വലിയ കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രായമായ മാതാപിതാക്കളെയൊക്കെ മക്കളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അവിടുത്തെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വരുന്ന എൻ്റെ പേഷ്യൻസിനോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കുകയും ഈ മാതാവിനെക്കുറിച്ച് പറയുകയും ദൈവകാര്യങ്ങൾ പറയുകയും ദൈവം സഹായിക്കുമെന്നുള്ള കാര്യം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പോസിറ്റീവായിട്ടുള്ള പോയിൻറ്റുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഈ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റം കൊണ്ടായിരിക്കും, കഴിഞ്ഞ മാസം എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മാഗസിനിൽ എൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല, അടുത്ത മാസമേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ.
ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹവും കരുണയുമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.